ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വയനാട് ചുരമാണ്. കേരളത്തിലും രാജ്യത്തു തന്നെയും പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചുരമാണ് വയനാട് ചുരം എന്ന് പറയുന്നത്. താമരശ്ശേരി ചുരം, അടിവാരം ചുരം, വയനാട് ചുരം, അങ്ങനെ വ്യത്യസ്ത പേരുകളിലൊക്കെ ഈ ചുരം അറിയപ്പെടുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത്, അതായത് 1782, 1799 ഈ കാലത്താണ് വയനാട് ചുരം നിർമ്മിക്കപ്പെട്ടത്. ടിപ്പു സുൽത്താൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ചുരം നിർമ്മിക്കപ്പെട്ടത് എന്ന് മലബാർ മാനുവൽ അടക്കമുള്ള ബ്രിട്ടീഷുകാർ എഴുതപ്പെട്ട രേഖയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ചരിത്രരേഖയിലും ടിപ്പു സുൽത്താൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കോഴിക്കോടിനെയും വയനാടിനെയും അല്ലെങ്കിൽ കർണാടകയെയും ബന്ധിപ്പിക്കാനുള്ള ഒരു പാത എന്ന തരത്തിൽ ഈ ചുരത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന സംഭവങ്ങളാണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. കോഴിക്കോട് വയനാടിനെ ബന്ധിപ്പിക്കാൻ ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു പാത വേറെ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രകൃതി സൗന്ദര്യവും മൂടൽമഞ്ഞിൻ്റെ കാഴ്ചയും വളവുകളും തിരിവുകളും വെള്ളച്ചാട്ടവും അടക്കമുള്ള ഒരു മനോഹരമായിരിക്കുന്ന പ്രകൃതിയുടെ ഏറ്റവും സൗന്ദര്യം നിലനിൽക്കുന്ന ഒരു ദേശത്തിൻ്റെ കൂടി പേരാണ് വയനാട്. അതിനോടനുബന്ധിച്ചാണ് ചുരം എന്ന് പറയുന്ന ഈ വളവും തിരിവുമുള്ള പാത ഉള്ളത്. 14 കിലോമീറ്ററാണ് ഏകദേശം ഇതിൻ്റെ ദൂരം കണക്കാക്കുന്നത്. 9 എയർപിൻ വളവുകളും സമാനമായ രീതിയിലുള്ള ചെറിയ വളവുകൾ ഒരുപാടും ഇവിടെ ദൃശ്യമാണ്. NH 766 കോഴിക്കോട് മൈസൂർ പാത, ഇവിടെയാണ് ഈ ചുരമുള്ളത്. ചുരം വഴി വെസ്റ്റേൺ ഘട്ടത്തിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത്. കടൽ നിരപ്പിൽ നിന്ന് 700 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ടിപ്പുവിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞു, മൈസൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പാത വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക മുതൽ മുടക്കിലാണ് ഈ പാത വെട്ടിയത് എന്നാണ് അനുമാനം. നമ്മൾക്കതിൻ്റെ നീളം ഒന്ന് നോക്കാം. 9 വളവാണ് പ്രധാനമായ രീതിയിൽ ഹെയർപിൻ വളവായിട്ട് പരിഗണിക്കുന്നത്. അതിൽ ആദ്യത്തെ 1ാമത്തെ വളവിൽ നിന്ന് 2ാമത്തെ വളവിലേക്ക് 800 മീറ്ററാണ് ദൂരപരിധി. 2ാമത്തിൽ നിന്ന് 3ാമത്തിലേക്ക് 1 കിലോമീറ്റർ ദൂരം, 3ൽ നിന്ന് 4ലേക്ക് 1.2 കിലോമീറ്റർ, 5ൽ നിന്ന് 6ലേക്ക് 1.6 കിലോമീറ്റർ, 6ൽ നിന്ന് 7ലേക്ക് 1.2 കിലോമീറ്റർ, 7ൽ നിന്ന് 8ലേക്ക് 700 മീറ്റർ, 8ൽ നിന്ന് 9ലേക്ക് 600 മീറ്റർ. ഇങ്ങനെയാണ് 9ാം വളവിൽ നിന്ന് ഏകദേശം ലക്കിടി വരെ 600 മീറ്ററാണ് കണക്കാക്കുന്നത്. വളവുകൾ മാത്രം കൃത്യമായി നോക്കുകയാണെങ്കിൽ ഏകദേശം 8.4 മുതൽ 9 കിലോമീറ്റർ ദൂരപരിധിയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. 18ാം നൂറ്റാണ്ടിലാണ് ടിപ്പു സുൽത്താൻ്റെ ഈ കാലത്ത് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാരുമായി നിരന്തരം യുദ്ധത്തിലായിരുന്ന മൈസൂരിൽ നിന്ന് കൊച്ചി, കോഴിക്കോട് എന്നീ ഭാഗങ്ങളിലേക്ക് സൈനികർക്ക് ആയുധ വസ്തുക്കൾ കടത്താനും ഈ വയനാട് ചുരം ഉപയോഗിക്കണം എന്ന വയനാട് ചുരം വളരെ എളുപ്പമാർഗ്ഗമാണ് എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാത വെട്ടിത്തെളിക്കപ്പെട്ടത്. അന്നൊന്നും ടാറിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് പോകുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും കാളവണ്ടികൾ അല്ലെങ്കിൽ കുതിരവണ്ടികൾ, അങ്ങനത്തെ രീതിയിലുള്ള സംവിധാനമായിരുന്നു ആദ്യാദ്യ ഘട്ടത്തിൽ ഉപയോഗിച്ചത്. പിന്നെ വികസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് സൗകര്യപ്രദമായിരിക്കുന്ന രൂപകാര്യങ്ങൾ ഉണ്ടായത്. ടിപ്പുവിൻ്റെ കാലത്തിന് ശേഷം ഈ മേഖലയെ കുറച്ചുകൂടി വികസിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ വയനാട് ഭാഗത്തേക്ക് ഇരച്ചു കയറി എന്നുള്ളതും ആ ഭാഗങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തി എന്നും ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. ചുരത്തിലുടനീളം നിരീക്ഷണ സംവിധാനങ്ങൾ ടിപ്പു സൈന്യം ഒരുക്കിയിരുന്നതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും. പിന്നീട് മലയോര സമ്പത്ത്, കാപ്പി, ഏലക്ക, ജാതി, തേയില തുടങ്ങിയവയെല്ലാം അടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചതും സമാനമായിരിക്കുന്ന ഈ പാത തന്നെയാണ്. കരിന്തട്ടൻ്റെ ഒരു പേര് ഇതിൻ്റെ കൂടെ പരാമർശിക്കുന്നുണ്ട്. അത് ടിപ്പുവിൻ്റെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകി എന്നാണ് അനുമാനം. അത് ചരിത്രപരമായ രീതിയിൽ
അതിനെക്കുറിച്ച് പരാമർശങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഐതിഹ്യത്തിൽ ഒരു കരിന്തണ്ടനും വയനാട് ചുരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ കൊന്നു എന്നും പറയുന്നുണ്ട്. അതും അനുമാനിക്കപ്പെടുന്നത് മാത്രമാണ്. അടിസ്ഥാനമായിരിക്കുന്ന രേഖയിൽ എവിടെയും കരിന്തണ്ടനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നില്ല. എല്ലാം ഐതിഹ്യത്തിൻ്റെ രീതിയിലാണ്. എന്നാൽ ചുരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ടിപ്പു സുൽത്താനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് ബ്രിട്ടീഷുകാരുടെയും മറ്റ് ചരിത്ര രേഖകളും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ വ്യാപാര ആവശ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടുന്നതിന് നിർമ്മിക്കപ്പെട്ടതാണ് വയനാട് ചുരം എന്ന് ചില സൈനികരുടെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയതായിരിക്കുന്ന കാര്യങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മൈസൂർ കോഴിക്കോട് പാത ടിപ്പുവിൻ്റേതാണ് എന്ന് മറ്റൊരു രേഖയിലും അങ്ങനെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ പ്രസിദ്ധമായിരിക്കുന്ന ഒരുപാട് ചുരങ്ങൾ ഇതുപോലെയുണ്ട്. ജോളി എന്ന ചുരം പറയുന്നുണ്ട്, നർവേലി, ഊട്ടി ചുരങ്ങൾ. ഇവ കഴിഞ്ഞാൽ ചുരത്തിനാണ് വിശേഷ സ്ഥാനം കണക്കാക്കുന്നത്. ലഡാക്ക് എന്ന് പറയുന്ന ചുരമുണ്ട്, മണാലി എന്ന് പറയുന്ന ചുരമുണ്ട്. പിന്നീട് മൂന്നാം സ്ഥാനത്ത് വയനാട് ചുരമാണ് വരുന്നത്. മല്ലാപ്പവൂർ മുത്തങ്ങ അത് മറ്റൊരു ചുരമാണ്. അപ്പോൾ രാജ്യത്തിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന 4 ചുരങ്ങളുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വയനാട് ചുരമാണ്. കേരളത്തിലാണെങ്കിൽ അത് 1-ാം സ്ഥാനവുമാണ്. ഒരു കാലത്ത് വന്യജീവികളുടെ സങ്കേതമായിരുന്നു വയനാട് ചുരത്തിൻ്റെ ഇരുഭാഗങ്ങളും. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഈ പ്രദേശത്തിലൂടെ സഞ്ചാര കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വികസിക്കുകയോ ടാറിങ് ചെയ്യുകയോ ചെയ്യാത്തൊരു കാലത്ത് അപകടകരമായിരിക്കുന്ന പാതയായിട്ട് യുദ്ധ സംവിധാനത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമായിട്ട് മാത്രമാണ് വയനാട് ചുരത്തെ കണ്ടിരുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ലോകത്ത് കാണാൻ പറ്റാത്ത അല്ലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ജീവജാലങ്ങളും ഈ വയനാട് ചുരത്തിൻ്റെ കാടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭയപ്പെടുത്തുന്നതാണ്. പല ജീവികളുടെ ആക്രമണവും മനുഷ്യർക്കുണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ആദിവാസികളാണ് കൂടുതലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കാലത്തൊക്കെ വന്നിരുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുമായിട്ട് ഇണചേരാനും അവരുമായിട്ടുള്ള രക്ഷപ്പെടാനുള്ള വഴികളും മാർഗങ്ങളുമെല്ലാം ആദിവാസികൾക്കാണ് കൂടുതലും അറിയാം എന്നതിനാൽ അവർ ധൈര്യസമേതം വരുമായിരുന്നു. അതും കൂട്ടമായിട്ടാണ്, ഒരുമിച്ച് ഒറ്റക്കല്ലാതെ കൂട്ടമായിട്ടാണ് അവർ വരാറുള്ളത് എന്ന് പറയുന്നു. കാട്ടാനകളും പുലികളും അടക്കമുള്ള ഈ സിംഹമടക്കമുള്ള ജീവികളെ ഈ മേഖലയിൽ കണ്ടതായും കാണാറുള്ളതായിട്ടും മുൻപത്തെ കാലത്ത് എഴുതപ്പെട്ട രേഖകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. വാസയോഗ്യമല്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ട പ്രദേശം കൂടിയാണ് വയനാട് ചുരം എന്ന് പറയുന്നത്. പിന്നെ കാലാക്രമണത്തിനനുസരിച്ചിട്ട് കർണാടകയും കേരളവും തമ്മിൽ ബന്ധമുണ്ടാക്കാൻ ഇതല്ലാത്ത മറ്റൊരു എളുപ്പമാർഗം ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വികസനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുന്നത്. 1948 കാലത്ത്, അതായത് സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ വയനാടുമായിട്ടുള്ള ബന്ധത്തിന് ഈ ചുരം പാത നവീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിന് മുൻപ് തന്നെ ഇത് കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ അവർ വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കാര്യം വയനാട്ടിലുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ അവർക്ക് മറ്റ് എളുപ്പമാർഗമില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാത നവീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഇവിടെ സൂക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങളുണ്ട്. വലിയ ഗുഹകൾ ചുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ദൃശ്യമാണ്. അതെല്ലാം ടിപ്പു സുൽത്താൻ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. വയനാട് ചുരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഈടുവഴികൾ ടിപ്പു സുൽത്താൻ അന്ന് തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മേഖലകളൊന്നും അങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത വിധം നിയമ പ്രശ്നങ്ങളുണ്ട്. നിലവിൽ നമ്മൾ കാണുന്ന ടാറിട്ട റോഡിലൂടെ അല്ലാതെ കാടിൻ്റെ ഉള്ളിലൂടെ ആർക്കും സഞ്ചാര അനുമതിയില്ല. അത് ഒരു നിയമവിരുദ്ധമായിരിക്കുന്ന രീതിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമില്ലാതെ ഈ ഭാഗത്തെ റോഡ് വികസിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാര്യം ഫോറസ്റ്റിൻ്റെ
മേഖലയിൽപ്പെട്ടതാണ് വയനാട് ചുരത്തിൻ്റെ ഭാഗം എന്നത്. അതുകൊണ്ട് തന്നെ വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കേന്ദ്ര അനുമതിയും ഫോറസ്റ്റിൻ്റെ അനുമതിയും വാങ്ങിയ ശേഷമാണ് ഈ ഭാഗത്ത് വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും റോഡ് വീതി കൂട്ടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നതിനാൽ ഈ മേഖലയിലുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റോഡ് വീതി കൂട്ടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തൊക്കെ വളരെ സ്ലോ വർക്കാണ് സാധാരണഗതിയിൽ നടത്താറുള്ളത്. മറ്റൊരു വിഷയം ഇതിൽ പറയുന്നത്, ഇത് പ്രകൃതിയുടെ ലോലമായിരിക്കുന്ന ഒരു ദേശമാണ്. വലിയ കനമുള്ള വാഹനങ്ങൾ ഈ ഭാഗത്തിലൂടെ പോകുന്നത് തന്നെ പ്രകൃതിക്ക് ദോഷമാണ് എന്ന റിപ്പോർട്ട് ഇതിന് മുൻപ് തന്നെ നൽകപ്പെട്ടതാണ്. ഈ റോഡിൻ്റെയും ഭൂമിയുടെയും ഘടനക്കപ്പുറമുള്ള വാഹനങ്ങൾ 24 മണിക്കൂറും പോകുന്നൊരു പാതയായിട്ടാണ് വയനാട് ചുരം ഇപ്പോൾ അറിയപ്പെടുന്നത്. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നിയന്ത്രിതമായിരിക്കുന്ന സഞ്ചാരങ്ങളും വാഹനങ്ങളും മാത്രമായിരുന്നു പോയിരുന്നത്. ഇന്ന് അത് എല്ലാ മേഖലയും വികസിച്ചു. വയനാടിൻ്റെ വികസനത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന റൂട്ട് മാപ്പ് തന്നെ ചുരമായിട്ട് പരിഗണിച്ചതോടുകൂടി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പുരോഗതി വന്നു. അതോടൊപ്പം തന്നെ ജനവാസവും വാഹന ഗതാഗതവും കൂടുതലായതോടുകൂടി ഈ ഭാഗത്തുണ്ടായിരുന്ന മൃഗങ്ങൾ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. കൊല്ലപ്പെടുകയോ നാടുവിട്ട് പോവുകയോ മറ്റോ ചെയ്തതായിട്ടാണ് അനുമാനം. മുൻപ് കാലങ്ങളിൽ കാണപ്പെടുന്ന ഒരു ജീവിയെയും ഇപ്പോൾ നിലവിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കാണാനേ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ആകെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കുരങ്ങന്മാരെ മാത്രമാണ്. അതും മുൻപ് കാലത്തൊക്കെ വലിയ തോതിലുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണപ്പെട്ട രീതിയിലോ ഒറ്റപ്പെട്ട രീതിയിലോ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 18,000 വാഹനങ്ങളെങ്കിലും നിത്യേന വയനാട് ചുരം കയറി ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശ കണക്ക്. ചില സീസൺ സമയങ്ങളിൽ അതിനേക്കാൾ ഒരുപാട് കൂടാനുള്ള സാധ്യതയും പറയുന്നു. കിഫ്ബി വഴിയും മറ്റും വലിയ രീതിയിലുള്ള സാമ്പത്തിക പാക്കേജ് എല്ലാ വർഷവും വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് സംരക്ഷണ ഭിത്തിയുടെ രീതിയിൽ ചിലവഴിക്കാറുണ്ട്. മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി അഗ്നിരക്ഷാസേന കൽപ്പറ്റയിലും മുക്കത്തുമുള്ളത് അതീവ ജാഗ്രതയോടുകൂടി എല്ലാ സമയവും ഈ മേഖലയെ നിരീക്ഷിക്കാറുണ്ട്. കാരണം ഇതൊരു അപകട മേഖല കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ റോഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വാഹനാപകടമോ മറ്റേതെങ്കിലും വിഷയങ്ങളോ ഉണ്ടായാൽ റോഡ് തടസ്സപ്പെടുക എന്നുള്ളത് സാധാരണ ഉണ്ടാകുന്ന രീതിയാണ്. മാത്രവുമല്ല, ഒരു ബദൽ സംവിധാനമില്ലാത്തത് കൊണ്ട് ഈ മേഖല ആകെ സ്തംഭിക്കുമ്പോൾ ഏകദേശം ഒരു 25,000-ഓളം വാഹനത്തെ ഇത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ചുരവുമായി ബന്ധപ്പെട്ട് വാഹന തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നീക്കം ചെയ്യാൻ മണിക്കൂറുകളോളം വരാറുണ്ട് എന്നുള്ളത് ഇവിടുത്തെ വലിയൊരു വിഷയമായിട്ട് നിലനിൽക്കുന്നതാണ്. റോഡ് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മേഖലയെ സംരക്ഷിക്കാനും സഹായങ്ങൾ നൽകാനും ചുരം സംരക്ഷണ സമിതി എന്ന ഒരു പ്രാദേശിക സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ വലിയ രീതിയിലുള്ള സഹായമാണ് ഈ മേഖലയ്ക്ക് ചെയ്തു വരുന്നത്. കാര്യം എന്ന് പറയുന്നത്, വാഹനം കൃത്യമായ രീതിയിലല്ല പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വലിയ തടസ്സങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഈ മേൽഭാഗത്തോ മറ്റോ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചില വാഹനങ്ങൾ കൃത്യമായ രീതിക്കുന്ന ട്രാഫിക് റൂൾ പാലിക്കാതെ പോകുമ്പോൾ രണ്ട് ഭാഗവും സ്തംഭിച്ച് നിൽക്കുക സ്വാഭാവികമാണ്. ഈ വിഷയത്തിലേക്ക് എത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു നിയമപരമായ രീതിയിൽ പോലീസുകാരോ മറ്റോ ഇവിടേക്ക് എത്തുക വലിയ രീതിയിൽ സമയമെടുക്കുന്നതാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ചുരം സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംഘടന ഓടിയെത്തുന്നത്. അടിവാരം കേന്ദ്രീകരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മണ്ണിടിച്ചിലോ വാഹനാപകടമോ ഗതാഗത തടസ്സമോ ഏതെങ്കിലും തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇവരുടെ ചുമതലയായിട്ട് ഇവർ ഏറ്റെടുക്കാറുള്ളത്. പിന്നീട് അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ആശുപത്രിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും
നമ്മുടെ നിയമപാലകരും മറ്റും എത്തുന്നതിന് മുൻപായിട്ട് ഓടിയെത്തുന്ന ഒരു സംവിധാനമാണ്. ഇത് വലിയ രീതിയിൽ ഈ മേഖലയെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ ലക്കിയുടെ ഭാഗത്തും അതിൻ്റെ 9ാം വളവ് ഭാഗത്തൊക്കെ എമർജൻസി വിങ് പ്രവർത്തിച്ചിരുന്നു. 24 മണിക്കൂറും സുരക്ഷാ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ 9ാം വളവ് കഴിഞ്ഞ് ലക്കിടി എത്തുന്ന ഭാഗത്തേക്ക് ചെറിയ തടസ്സം പോലും വലിയ തടസ്സമായി മാറാറുണ്ട്. അതിന് വലിയ എമർജൻസി ലൈറ്റുകളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് ഒരു സിഗ്നൽ സംവിധാനം അവിടെ സ്ഥാപിച്ചിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ്. എന്നാൽ അത് കാര്യക്ഷമമായ രീതിയിൽ പിന്നീട് പ്രതിഫലിച്ചിട്ടില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ ലക്കിടി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസുകാരെ 24 മണിക്കൂറും നിരീക്ഷിക്കുന്ന രീതിയിൽ ഒരു ഔട്ട് പോസ്റ്റ് വെച്ചുകൊണ്ട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ അതും ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ ഈ അവസ്ഥാ സാഹചര്യത്തിലൊക്കെ വലിയ നിയന്ത്രണ കാര്യങ്ങളും സഹായങ്ങളും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ പ്രാദേശിക സന്നദ്ധ സംഘടനയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഈ ചുരവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം ശബ്ദ മലിനീകരണം, വാഹനാപകടങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവാസ വ്യവസ്ഥയെ സാരമായിട്ട് ബാധിക്കുന്നു എന്നും അതിനാൽ മൃഗങ്ങൾ പലതും അപ്രത്യക്ഷമായിട്ടുണ്ട്, ഇപ്പോഴും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി വിഭാഗങ്ങൾ കോടതിയെ സമീപിച്ച പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുരത്തിൻ്റെ സൈഡ് ഭിത്തി ഇടിച്ചുകൊണ്ട് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ എല്ലാ സമയത്തും നേരിടാറുണ്ട്. അപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടിച്ചിലുണ്ടാകുമ്പോൾ അത് ആ ഭാഗത്ത് കുറച്ചുകൂടി വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിൽ നിൽക്കുന്നതല്ല. കേന്ദ്ര സർക്കാരിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒക്കെ അനുമതി ഒരേ സമയത്ത് ആവശ്യമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ മേഖല, അതായത് ഏറ്റവും ചുരുങ്ങിയ പാതയായിട്ട് ഇത് കണക്കാക്കുന്നു. പൗരാണിക കാലത്ത് തന്നെ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഈ ചുരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുഹാ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ആദ്യ ഘട്ടത്തിൽ 4ാം വളവിലും 6ാം വളവിലും അങ്ങനെ ഉണ്ട് എന്നും ആ ഭാഗങ്ങളിലൊക്കെ ടൂറിസ്റ്റുകാരൊക്കെ പോവാറുണ്ട്, ഒറ്റപ്പെട്ടെങ്കിലും പോവാറുണ്ടായിരുന്നു. അത് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് അദ്ദേഹം നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് അനുമാനം. എന്നാൽ പിന്നീട് ഈ മേഖല അങ്ങനെ ജനങ്ങൾക്ക് ഈ അതിർത്തി വിട്ട് പോകാൻ വേണ്ടിയിട്ട് അനുമതി സർക്കാർ നൽകാതിരിക്കുന്നത് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോട് കൂടിയിട്ട് അത് ഏറെക്കുറെ ഈ മേഖല തന്നെ കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വയനാട് ചുരവുമായിട്ട് ബന്ധപ്പെട്ട് പല കാലങ്ങളിലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. അത് ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കാഴ്ചയാണ് എന്നതിനാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നതുകൊണ്ടും, ഈ ഏറ്റവും ചുരുങ്ങിയ പാതയാണ് എന്നതിനാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു പാത നിലനിൽക്കുന്നത് എന്നാണ് അനുമാനിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞത്, പ്രകൃതിപരമായിരിക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ മേഖല വലിയ രീതിയിൽ ആവാസ വ്യവസ്ഥയൊക്കെ ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് 24 മണിക്കൂറും ഈ പുകപടലങ്ങളും വാഹനങ്ങളും ഒച്ചപ്പാടും ബഹളവുമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അത് ആവാസ വ്യവസ്ഥയെ സാരമായിട്ട് ബാധിക്കുന്നു എന്ന് പ്രകൃതി സ്നേഹികൾ ഇതിന് മുമ്പ് പറഞ്ഞത് ഏറെക്കുറെ കൃത്യമാണ്. ആദ്യ ഘട്ടത്തിലൊക്കെ ഈ ചുരം വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകർ തന്നെ ഇടപെട്ടുകൊണ്ട് അത് അനുവദിച്ചിരുന്നില്ല. അത് നമ്മുടെ ഉചിതമായിരിക്കുന്ന രീതിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അത് നമ്മൾ പ്രകൃതിയെ നിലനിർത്തേണ്ട അത്യാവശ്യമാണ്, ആയതിനാൽ തന്നെ ചുരത്തിന് പകരം ബദൽ സംവിധാനം ഉണ്ടാവണം എന്നുള്ളതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു രീതി പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു താല്പര്യങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ടിരുന്നു. അപ്പോൾ സർക്കാർ തലത്തിൽ പല രീതിയിൽ വയനാട് ചുരം ഒഴിവാക്കിക്കൊണ്ട് പുതിയ റോഡ് വിട്ടുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനത്തെക്കുറിച്ച് വർഷങ്ങളോളം ആലോചിച്ചിരുന്നു. ഹെലികോപ്റ്റർ മാപ്പ് വരെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചുരത്തിൻ്റെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് തുറന്നുകൊണ്ട് പുതിയ റോഡുണ്ടാക്കുന്ന സംവിധാനം ഒരിക്കലും ഉചിതമല്ലെന്നും അത് ഒരുപാട് വാഹനങ്ങൾ നിത്യേന പോകുന്ന ഒരു പ്രദേശമായതിനാൽ ഇതിനെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു പക്ഷേ ഇത് ഇടിച്ചിലോ മറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വലിയ ദുരന്ത കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഈ മേഖല അപ്പാടെ ഒഴിവാക്കണം എന്നുള്ളതാണ് ആ ഘട്ടത്തിലൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. അതിനാൽ തന്നെ ഈ മേഖല ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ സംവിധാനത്തെക്കുറിച്ചാണ് പിന്നീട് ബദൽ റോഡ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചത്. പിന്നീട് ഏറെക്കുറെ പല പരീക്ഷണത്തിൻ്റെയും പല പഠനത്തിൻ്റെയും പല നിരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ബദൽ റോഡ് എന്ന് പറയുന്ന സംവിധാനം ഏറെക്കുറെ നിർമ്മിക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ബദൽ പാത എന്ന് പറയുന്നത് തുരങ്കപാതയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് വയനാട് ചുരവുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് 3ാമത്തെ തുരങ്കപാതയായിട്ട് അറിയപ്പെടുന്നു. ദൈർഘ്യം 8.73 കിലോമീറ്റർ.
ആനക്കാംപോയിൽ നിന്ന് കള്ളാടി വരെ എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ തുരങ്കപാതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ ദൈർഘ്യം കണക്കാക്കുന്നത് 8.11 കിലോമീറ്ററാണ് ഈ തുരങ്കപാതയ്ക്ക് ഉള്ളിലുള്ള നീളം കണക്കാക്കുന്നത്. ചിലവ് 2.134 കോടി രൂപയാണ്. ഇതിൻ്റെ കാലാവധി 2029 പൂർത്തിയാകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ പുറത്ത് വന്നിരിക്കുന്ന വിവരം. 2025 അതായത് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 31 മുഖ്യമന്ത്രി ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം കുറിച്ചത്. കൊങ്കൺ റെയിൽവേ ആണ് ഇതിൻ്റെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. PWDയുടെ നേതൃത്വത്തിലാണ് ഇത് സംവിധാന കാര്യങ്ങൾ വരുന്നത്. തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 60ലധികം വ്യത്യസ്ത വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് അനുമതി നൽകിയത് എന്നുള്ളതാണ്. 33 ഹെക്ടർ ഭൂമി ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 17.263 ഹെക്ടർ വനഭൂമിയാണ്. ഇതിൻ്റെ നഷ്ടം കണക്കാക്കാൻ സംസ്ഥാന സർക്കാർ 17.263 ഹെക്ടർ വനത്തിൽ വൃക്ഷത്തൈ നട്ട് വളർത്തണം എന്നാണ് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള കരാർ. അതായത് പ്രകൃതിയുടെ സമ്പത്ത് ചോരാത്ത രീതിയിലുള്ള സംരക്ഷണങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, മൈസൂർ എന്നീ മേഖലയിലേക്കുള്ള യാത്ര ഇത് പ്രകാരം എളുപ്പമാകും. ഇപ്പോൾ വയനാട്ടിലേക്ക് ഏകദേശം 1 മണിക്കൂറാണ് യാത്രാ ദൈർഘ്യമെങ്കിൽ ഇത് 20 മിനിറ്റായി ചുരുങ്ങും എന്നൊരു പ്രത്യേകതയുണ്ട്. ഇവിടുന്ന് ഇതിൻ്റെ റൂട്ട് പറയുന്നത് ഇങ്ങനെയാണ്: കോഴിക്കോട്, കണ്ണമംഗലം, NIT, മുക്കം, തിരുവമ്പാടി, ആനക്കാംപോയിൽ, കള്ളാടി, മേപ്പാടി, കൽപ്പറ്റ. ഈ രീതിയിലാണ് ഇതിൻ്റെ റൂട്ട് സഞ്ചാരം വരുന്നത്. വയനാടിൻ്റെ ഗതാഗത പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരമുണ്ടാകും എന്നാണ് വിദഗ്ധർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതോടൊപ്പം വ്യാപാര, വ്യവസായ, വിനോദ സഞ്ചാര മേഖലയിലേക്ക് വയനാടിന് പുത്തൻ ഉണർവുണ്ടാവും. കാര്യം പല ഘട്ടങ്ങളിലും വയനാട് സഞ്ചരിക്കാൻ വരുന്ന കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ഭാഗത്തുള്ള സ്വദേശികൾക്ക് ഏറ്റവും വലിയ വിഷയമായി നിൽക്കുന്നത് വയനാട് ചുരത്തിലെ ഗതാഗത തടസ്സങ്ങളും പിന്നീട് ചുരം കയറുമ്പോഴുള്ള പ്രശ്നങ്ങളുമാണ്. കുറച്ച് ആൾക്കാർക്ക് അത്തരം വിഷയങ്ങളുണ്ടാവും. ഈ ദുർഘടമായിരിക്കുന്ന പാത എന്ന രീതിയിലാണ് ഇതിനെ വിലയിരുത്തുന്നത്. വളവും തിരിവാകുന്ന സമയത്ത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചുകൊള്ളുന്നില്ല. ഈ കാരണത്താൽ പല ആളുകളും ടൂറിസ്റ്റ് മേഖലയിൽപ്പെട്ടവർ പോലും വയനാട് സന്ദർശിക്കാൻ വേണ്ടി എത്താറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു പരിഹാരം ഇത്തരം ഈ പറയപ്പെട്ട റോഡ് വരുന്ന തുരങ്കപാതയുമായിട്ട് ബന്ധപ്പെട്ട റോഡ് വരുന്നതോടുകൂടി അതിന് പൂർണ്ണമായിരിക്കുന്ന പരിഹാരം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ വലിയ ഉണർവും കാര്യങ്ങളും ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും സർക്കാർ തലത്തിൽ ആലോചിക്കുന്നുണ്ട്. ഹെലിപ്പാഡ് പോലെയുള്ള സംവിധാനങ്ങൾ സ്ഥിരമായ രീതിയിൽ ഉണ്ടാക്കുക. ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല ഘട്ടങ്ങളിലും മറ്റ് ജില്ലകളെ ആശ്രയിക്കുന്നത് വ്യത്യസ്തമായി ഒരു വിപുലമായിരിക്കുന്ന മെഡിക്കൽ കോളേജ് നിർമ്മിക്കുക. വിദ്യാഭ്യാസത്തിന് പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ വയനാടിൻ്റെ പേരുണ്ട്. പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലൊക്കെ ഈ വിദ്യാഭ്യാസ മേഖലകൾക്കൊക്കെ വലിയ രീതിയിലെ കുറവാണ്. അതിനെ പരിഹരിക്കാൻ പുതിയ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നതെല്ലാം ഈ ഗതാഗത സംവിധാനം വരുന്നതോടുകൂടി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. മറ്റൊരു പ്രധാനമായിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഹെലികോപ്റ്റർ സഞ്ചാരപാത നിർമ്മിക്കും എന്നുള്ളതാണ്. അഥവാ കൽപ്പറ്റ അല്ലെങ്കിൽ മേപ്പാടി ആസ്ഥാനമാക്കിയിട്ട് ഹെലികോപ്റ്ററിലൂടെ വയനാട് ചുരം കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം. ബോബി ചമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ ഇതിനു മുൻപ് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. പിന്നീട് വൈമധ്യേ അദ്ദേഹം നിർത്തി എന്നാണ് മനസ്സിലാകുന്നത്.
അപ്പോൾ അത് വിപുലമായിരിക്കുന്ന ഒരു സംവിധാനത്തോട് കൂടി തുടങ്ങുന്ന സമയത്ത് ഈ മേഖല വലിയ രീതിയിലുള്ള അഭിവൃദ്ധി പ്രാപിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോഴും നല്ലൊരു ശതമാനം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമീണ പശ്ചാത്തലത്തിലും നിത്യ ജീവിതം തേടിപ്പോകുന്ന രീതിയിലും ജീവിക്കുന്നവരാണ്. സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇപ്പോഴും വയനാട് ജില്ലയെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് സാധിച്ചിട്ടില്ല. പൂർവിക കാലത്തെ അവിടെ ബിസിനസ് സംബന്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തി വരുന്നവരുടെ തലമുറകൾ ഇപ്പോഴും ബിസിനസ്സും സാമ്പത്തിക രംഗത്തും അഭിവൃദ്ധി ഉണ്ട് എന്നല്ലാതെ വയനാട് സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ തന്നെയാണ്. ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകൾ, വലിയ വീടുകൾ, ഫാക്ടറി പോലെയുള്ള ബിസിനസ് വ്യവസായ സംവിധാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വയനാട് ജില്ലക്കാരുടേതല്ല. കർണാടക സംസ്ഥാനത്തിലുള്ളവരും മറ്റ് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഭാഗങ്ങളിലുള്ള ആളുകളുമാണ് അവിടെ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള പ്രവൃത്തികളും നടത്താറുള്ളത്. ഇതിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ അത്തരം ബിസിനസ് ട്രെയിനിങ് കിട്ടുന്നില്ല വയനാട്ടുകാർക്ക് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്തും അവർ യഥാർത്ഥത്തിൽ പിന്നോക്കം തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യങ്ങളൊന്നും പല ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാറില്ല. വോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനുള്ള പരിഗണന പോലെ പുരോഗമനപരമായിരിക്കുന്ന കാര്യത്തിന് പരിഗണന നൽകാറില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. കാര്യം പ്രകൃതി ലോലമായിരിക്കുന്ന പ്രദേശമാണ് വയനാടിൻ്റെ പല ഭാഗങ്ങളിലും. അവിടെ കുന്നുകൾ ഇടിച്ചു നിരത്തുക, പാറ പൊട്ടിക്കുക എന്നൊക്കെ സങ്കീർണമായിരിക്കുന്ന കുറേ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തം പല ഘട്ടങ്ങളിലും വരുന്ന ഒരു പ്രദേശമാണ് എന്നതിനാൽ വലിയ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് അവിടെ പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങളും യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഊട്ടിക്ക് തുല്യമായിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ വയനാട്ടിൽ ഉണ്ടായിട്ടും അല്ലെങ്കിൽ പ്രകൃതി ഒരുക്കിയിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കേരളം പരാജയത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാവിയിലെ മാറ്റങ്ങൾ, ആ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പഠന കാര്യങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. നല്ലൊരു ശതമാനം പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഒരു ഏകദേശം 60 മുതൽ 75% വരെ വയനാടിൻ്റെ ഭൂപ്രദേശങ്ങളെല്ലാം മറ്റ് പല വ്യവസായികളുടെയും സമ്പന്നരുടെയും തേയില കമ്പനിക്കാരുടെയും കൈവശത്തിലാണ്. ഈ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നത് പഠനം നടത്തണം എന്ന അഭിപ്രായം കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കയ്യിൽ ഒതുക്കിയവരാണ് കൂടുതൽ എന്ന് പറയുന്നു. അതിൻ്റെ കൃത്യമായിരിക്കുന്ന രേഖാകാര്യങ്ങളില്ലാത്തത് കൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഈ പ്രദേശം മൊത്തത്തിൽ ജനസംഖ്യാനുപാതികമായി വലിയ കുറവുള്ള പ്രദേശമായതിനാലും ആദിവാസികളെ പോലെയുള്ള ആളുകൾ പ്രത്യേകമായ രീതിയിൽ ഭൂമിക്ക് വേണ്ടി അടികൂടുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന സ്ഥിതികൾ ആ കാലഘട്ടത്തിൽ തന്നെ അവർക്കില്ല എന്നതിനാലും അവരുടെ അന്നത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ എന്താണോ സമാന സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ചുള്ള ഒരു പഠന റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. പൗരാണിക കാലത്ത് ഇവിടെ ജീവിച്ച് പോന്ന ആൾക്കാർ, അത് വയനാട് ജില്ലയെ കേന്ദ്രീകരിച്ച് പോകുന്ന ആളുകളിൽ ആദിവാസികളെ പോലെ ഉള്ളവരല്ലാത്തവർ വളരെ കുറവാണ്. മറ്റുള്ളവരെല്ലാം വ്യവസായ അടിസ്ഥാനത്തിലോ ബിസിനസ് സംബന്ധമായ കാര്യത്തിനോ വയനാട്ടിലെത്തിയതിന് ശേഷം അവിടെ സ്ഥിരതാമസമാക്കുകയും പിന്നീട് ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവരാണ് കൂടുതൽ പേരും. ഭൂമി അന്യാധീനം വന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം അവിടെ ജനങ്ങളില്ല എന്നുള്ളതും കാട് പിടിച്ച പ്രദേശമാണ് എന്നതും മാത്രവുമല്ല, വ്യവസായികളോട് ഏറ്റുമുട്ടാൻ മാത്രം ബലവും ശക്തിയുമുള്ളവർ സാധാരണക്കാർക്കിടയിൽ ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വയനാട് ജില്ലക്കാർക്ക് തന്നെ അവരുടെ സർവാധിപത്യം കിട്ടുന്ന രീതിയിലോ അവരുടെ നേതൃത്വത്തിൽ വ്യവസായ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു ഉണർവ് ഉണ്ടാവുന്ന തരത്തിലോ മാറ്റങ്ങൾ വരണം എന്നുള്ളതൊക്കെ ഒരു പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സമർപ്പിക്കപ്പെട്ടതാണ്. ഇത് എത്രത്തോളം ഗുണകരമായ രീതിയിൽ അവസാനിക്കും എന്ന കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും വന്നിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ മൃഗങ്ങളുള്ള മൃഗശാലയ്ക്ക് തുല്യമായിരിക്കുന്ന മൃഗശാല പണിയണം എന്ന അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിനെല്ലാം ആശ്രയിക്കുന്നത് ജനങ്ങൾ വല്ലാത്ത രീതിയിൽ വയനാടിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ
ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളും തീർച്ചയായിട്ടും പ്രകടമാകും എന്ന് തന്നെയാണ്. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പ്രദേശത്തെ ആശ്രയിക്കാതെ വയനാടിൻ്റെ തന്നെ സംരക്ഷണ സാഹചര്യങ്ങളും ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം, അല്ലെങ്കിൽ അതിന് സംവിധാനം ഒരുക്കണം എന്നുള്ളതും ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. മേപ്പാടിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എയർ ആംബുലൻസ് സർവീസ് ഇല്ലാത്തതാണ് മരണം വലിയ തോതിൽ വർദ്ധിക്കാൻ ഇടയാക്കിയത് എന്നൊരു പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്ന് എയർ ആംബുലൻസൊക്കെ എത്തുന്ന സമയത്ത് വല്ലാതെ വൈകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ സംരക്ഷിക്കാനോ ചികിത്സ നൽകാനോ സാധിക്കാത്ത വലിയ പ്രയാസമുണ്ട്. അതേപോലെ തന്നെ അവരുടെ മരണപ്പെട്ട ആളുകളുടെ ബോഡികൾ കണ്ടെത്താത്തത് ഇപ്പോഴും ഏകദേശം 40ഓളം ആളുകളുടെ ബോഡി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ആരോഗ്യ സംബന്ധമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഈ അവസ്ഥാ സാഹചര്യത്തിന് മാറ്റം വരണമെന്നുള്ളതും ആരോഗ്യപരമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും, അല്ലെങ്കിൽ ഇത്തരം ചികിത്സാ സംബന്ധമായിരിക്കുന്ന എല്ലാ സംവിധാനത്തിനും സ്വയം പര്യാപ്തം നേടുന്ന ഒരു പ്രദേശമായിട്ട് വയനാടിനെ മാറ്റാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തണം എന്നും ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുകയാണ്. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട പാത വരുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ നിരീക്ഷിച്ചും ശ്രദ്ധയോടുകൂടി നോക്കിയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്നത്. സാംസ്കാരിക സാമൂഹ്യ രംഗത്തൊക്കെയുള്ള പല ആളുകളും ഈ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള താല്പര്യക്കാരാണ്. സർക്കാരും ഇതിനനുസരിച്ച് വലിയ വിട്ടുവീഴ്ച കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും കേന്ദ്ര സർക്കാരാണ് ഈ കാര്യത്തിന് കൂടുതൽ പരിഗണന നൽകേണ്ടത്, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്ന അഭിപ്രായം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. വരാൻ പോകുന്ന കാലഘട്ടത്തിലൊക്കെ ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തുരങ്കപാതയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലെ ബിസിനസ് സംവിധാനം നടക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭൂമി വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുന്ന വ്യവസായികൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വരാൻ പോകുന്ന കാലത്ത് ഈ മേഖലയായിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മേഖല എന്നതിനാലും യഥാർത്ഥത്തിൽ ഒരു ഊട്ടിയുടെ സംവിധാനത്തോടു കൂടിയായിരിക്കും ഇനി കൽപ്പറ്റ പോലെ അല്ലെങ്കിൽ മേപ്പാടി പോലുള്ള ഏരിയകൾ അറിയപ്പെടുക എന്നതിനാൽ ആ കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും അതെല്ലാം നാടിന് വലിയ ഗുണപരമായി ഭവിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. രാജ്യത്ത് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പ്രദേശമായി വയനാടിനെ മാറ്റിയെടുക്കാനുള്ള കർമ്മഫലം അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ മേഖലയിലും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഈ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടതോടനുബന്ധിച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സാഹചര്യ കാര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. അപ്പോൾ വയനാടിനെ വരാൻ പോകുന്ന കാലങ്ങളിൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു എന്നുകൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ വയനാട് ചുരം ഇപ്പോൾ നിലവിലുള്ള ചുരം വൺ വേ ആയി മാറാനും സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. കാര്യം അടിവാരം താമരശ്ശേരി പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മറ്റ് വഴികളിൽ നമ്മൾ ഈ പറയപ്പെട്ട തുരങ്കപാതയിലേക്ക് ഒരുപാട് ദൂരമുണ്ട് എന്നതിനാൽ ഈ പാത അടക്കാതെ തന്നെ ഒരു വൺ വേ ഭാഗത്തിലൂടെ ആക്കാനോ അല്ലെങ്കിൽ ഗതാഗതം നിയന്ത്രിച്ചു കൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനോ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ വഴികളും ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുകയും പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഭാവിയിൽ വയനാടിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു സംവിധാന ഒരുക്ക് കൂട്ടലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി തന്നെ ഈ മേഖലയിൽ വലിയ ഉണർവ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടും അത് കാണാൻ വേണ്ടി സാധിക്കുകയാണ്.